നമസ്കാരം. ഈ വാർത്ത അപ്ലോഡ് ചെയ്ത് കൃത്യം 24 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും കേരളം ആരായിരിക്കും ഇനി 5 വർഷം ഭരിക്കുക എന്ന്. ഏറെ പ്രതീക്ഷയോടെ, ആശങ്കയോടെ, ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനി 5 വർഷം നമ്മളെ ആര് ഭരിക്കുമെന്ന്. ഓരോ വ്യക്തിക്കും പ്രധാനപ്പെട്ടതാണ് ആര് ഭരിക്കുമെന്നത്. പിണറായിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം പിണറായിസ്റ്റ് ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ജീവിച്ച ഈ നാട്ടിലെ ലഹരി കച്ചവടക്കാരും ബാറുടമകളും മണ്ണ് മാഫിയക്കാരും പുത്തൻ മുതലാളിമാരുമൊക്കെ നിരാശരാവും. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നാമ്പുറത്തുകൂടി അവർ ഇതുവരെ അനുഭവിച്ചിരുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാവും ഭരണം നഷ്ടപ്പെട്ടാൽ. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭരണം മാറിയാൽ അവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാം എന്നതാണ് പ്രധാനപ്പെട്ടത്. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാർത്തയുടെ ചാകരയാവും. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലി മുതൽ അധികാര കസേരകൾ പങ്കിടാനുള്ള വടംവലി വരെ എന്നും വാർത്തകളായിരിക്കും. എന്തായാലും ജനം കാത്തിരിക്കുകയാണ് ഇനി എന്തു സംഭവിക്കും എന്നറിയാൻ. നാളെ രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണുന്നത്. അരമണിക്കൂർ കൊണ്ട് തപാൽ വോട്ടുകൾ എണ്ണിക്കഴിയും എന്നാണ് കണക്കുകൂട്ടലെങ്കിലും അത് സംഭവിക്കണമെന്നില്ല. വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണിത്തുടങ്ങുന്നത് 8:30 എന്നാണ് ഔദ്യോഗികമായി അറിയിക്കുന്നതെങ്കിലും വൈകാനാണ് സാധ്യത. കാരണം ഇക്കുറി ഓരോ മണ്ഡലത്തിലും കുറഞ്ഞത് 2000 തപാൽ വോട്ടുകളുണ്ട്. 80 വയസ്സ് പിന്നിട്ടവർക്ക് തപാൽ വോട്ടിന് അധികാരം കിട്ടിയതുകൊണ്ട് തന്നെ തപാൽ വോട്ടുകളുടെ എണ്ണം ഇക്കുറി സമയമെടുക്കുന്ന പ്രക്രിയയാണ്. തപാൽ വോട്ടുകളിൽ ഒരു സത്യവാങ്മൂലവുമുണ്ട്, ബാലറ്റുമുണ്ട്. ആദ്യം ഓരോ സത്യവാങ്മൂലവും പരിശോധിച്ച് മാറ്റിവെക്കണം. പിന്നീടാണ് ബാലറ്റുകൾ കൂട്ടിക്കുഴച്ചുകൊണ്ടുള്ള വോട്ടെണ്ണൽ. അതുകൊണ്ട് ഒരുപക്ഷെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ വരെ നീണ്ടെന്ന് വരാം ഇക്കുറി വോട്ടിംഗ് മെഷീനുകൾ തുറക്കാൻ. വോട്ടിംഗ് മെഷീനുകളുടെ എണ്ണം തുടങ്ങിയാൽ പിന്നെ വേഗതയിൽ കാര്യങ്ങൾ നീങ്ങും. 12-14 യന്ത്രങ്ങളാണ് ഒരു റൗണ്ടിൽ ഉണ്ടാവുക. പരമാവധി 20 റൗണ്ടാണ് ഒരു മണ്ഡലത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് മെഷീനുകൾ എണ്ണി തുടങ്ങിയാൽ വേഗതയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 43 കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു കേന്ദ്രത്തിൽ 2 അല്ലെങ്കിൽ 3 മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കും. തിരുവനന്തപുരത്ത് മാത്രമാണ് ആ ജില്ലയിലെ വോട്ടെണ്ണുന്നത്. ബാക്കി എല്ലായിടത്തും പലതും മിക്സ് ആവും. 3 മുന്നണികളുടെയും പ്രതീക്ഷ വ്യത്യസ്തമാണ്. LDF കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത് 72 മുതൽ 75 വരെ സീറ്റുകളാണ്. 61 സീറ്റുകളിൽ വ്യക്തമായ ഭൂരിപക്ഷവും ബാക്കി ഏതാണ്ട് 15ഓളം സീറ്റുകളിൽ നേരിയ ഭൂരിപക്ഷവുമാണ് LDF പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ശുഭവാർത്തയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നു. UDF വിജയം ഉറപ്പിച്ചിരിക്കുന്നു. കുറഞ്ഞത് 80 സീറ്റ് നേടും എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ചിലരെങ്കിലും കരുതുന്നു 90 സീറ്റ് കടക്കുമെന്ന്. BJP പ്രതീക്ഷിക്കുന്നത് 4 സീറ്റുകളാണ്. നിയമവും കഴക്കൂട്ടവും ജയിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് തർക്കമില്ല. പാലക്കാടും ചാത്തന്നൂരും മഞ്ചേശ്വരവും ജയിച്ചേക്കും എന്നവർ കണക്കുകൂട്ടുന്നു. ആറ്റിങ്ങൽ, പാല, പൂഞ്ഞാർ മുതലായ മണ്ഡലങ്ങളിൽ അട്ടിമറി ഉണ്ടാവും എന്നും അവർക്ക് പ്രതീക്ഷയുണ്ട്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ശരാശരി 90 സീറ്റ് UDFന് ലഭിക്കുമെന്നാണ്. അഥവാ കുറഞ്ഞു പോയാൽ 80-81 സീറ്റ്. 90 സീറ്റിൽ 1 സീറ്റ് പോലും കുറയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 100 സീറ്റിന് അപ്പുറത്തേക്ക് കിടക്കാൻ 10% സാധ്യത ഞാൻ കരുതുന്നുണ്ട്. വലിയ തരംഗമാണെങ്കിൽ 100 സീറ്റ് കടക്കും. മലപ്പുറം, വയനാട്, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ മുഴുവൻ സീറ്റുകളും UDF നേടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പത്തനംതിട്ടയിൽ നഷ്ടപ്പെട്ടാൽ 1 സീറ്റ് മാത്രമായിരിക്കും നഷ്ടപ്പെടുക. കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ അട്ടിമറി നടക്കുകയും UDFന് ഭൂരിപക്ഷം സീറ്റുകൾ കിട്ടുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുവനന്തപുരത്ത് BJPയുടെ സാന്നിധ്യം ശക്തമാണ്. UDFും LDFും ബലാബലം നിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പാലക്കാടും തൃശ്ശൂരും കൂടുതൽ സീറ്റുകൾ LDFന് തന്നെയാവും. കോട്ടയത്തും UDFന് തന്നെയായിരിക്കും മേൽക്കൈ. ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവാണ് ഇന്നലെ വൈകുന്നേരം റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റേഴ്സ് മീറ്റിൽ CPMന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഡോക്ടർ അരുൺകുമാറും ട്രീക്കട്ടർ മുതലാളി നടത്തിയ അഭിപ്രായ പ്രകടനം. ഇരുവരും ഇന്നലെ അവകാശപ്പെട്ടത് 72 മുതൽ 75 വരെ സീറ്റ് കിട്ടുമെന്നാണ്. എന്ന് വെച്ചാൽ CPM കേന്ദ്രങ്ങളിലൊക്കെയുള്ള അവസാനത്തെ പ്രതീക്ഷയിലേക്ക് അവരും താഴ്ന്നിരിക്കുന്നു. എന്തായിരിക്കും നാളെ ഈ സമയത്ത് സംഭവിക്കുക എന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ്. UDFന്റെ ആധികാരികമായ വിജയം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പിണറായി വിജയൻ കണ്ണൂർ ധർമ്മടത്തെ തൻ്റെ വസതിയിൽ മൂകനായി ഇരിക്കുകയായിരിക്കും. ഭാര്യയും മകളും ആശ്വസിപ്പിക്കാൻ അരികിലുണ്ടാവും. പിണറായി ടെലിവിഷൻ എറിഞ്ഞു പൊട്ടിക്കാതിരിക്കാൻ, അദ്ദേഹത്തിന്റെ അടുത്ത് ഗ്ലാസ് പോലും വെക്കാതിരിക്കാൻ ഭാര്യ കമല ശ്രമിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. പിറ്റേ ദിവസം അദ്ദേഹത്തിന് തിരുവനന്തപുരത്തേക്ക് മടങ്ങേണ്ടി വരും. ഒരു ചാനലുകൾക്കും പിടികൊടുക്കാതെ, ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. നാളത്തെ ദിവസം പിണറായി വിജയനെ ആരും കാണില്ല. പിണറായിയുടെ പ്രതികരണം എടുക്കാൻ ചാനലുകൾ
ധർമ്മടത്തെ വീടിന് മുമ്പിലേക്ക് ക്യാമറാമാൻമാരെ അയക്കുമെങ്കിലും അവർക്ക് ലഭിക്കാൻ പോകുന്നില്ല. നാളെ അർദ്ധരാത്രിയിൽ ചാനലുകൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ പിണറായി തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൗസിൽ വന്ന് കയറുന്നതും ആരും കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ക്ലിഫ് ഹൗസിലെത്തി മുറി പൂട്ടുന്ന പിണറായി വിജയൻ വെൽവെറ്റ് വിരിച്ച തറയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തും. 25 ലക്ഷം രൂപ മുടക്കി പണിത ലിഫ്റ്റിലൂടെ മുകളിലേക്കും താഴേക്കും അവസാനത്തെ യാത്ര നടത്തും. ക്ലിഫ് ഹൗസിന്റെ മതിൽക്കെട്ടിനുള്ളിൽ നല്ല പാല് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പശുക്കളെ അവസാനമായി പോയി ഒന്നുകൂടി നോക്കും. ആ പശുക്കളെ കറന്നു കിട്ടുന്ന പാല് കൊണ്ട് ഒന്നാം തരം ചായയും കാപ്പിയും മാറി മാറി കുടിക്കും. ക്ലിഫ് ഹൗസിലെ ചൂട് പിടിപ്പിച്ച നീന്തൽ കുളത്തിലെ വെള്ളത്തിലിറങ്ങി അവസാനത്തെ നീന്തൽ നടത്തും. നമുക്കൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷം നിശബ്ദമായി സഹിച്ച ഏതെങ്കിലും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഇതിന്റെയൊക്കെ ചിത്രങ്ങൾ പകർത്തിയെടുക്കുകയും രഹസ്യമായി എത്തിക്കുകയും ചെയ്താൽ നമുക്കൊക്കെ കാണാൻ കഴിയും. അല്ലെങ്കിൽ പിണറായി വിജയൻ ക്ലിഫ് ഹൗസിന്റെ അകത്ത് മുറിയടച്ചിരുന്ന് പൊട്ടിക്കരയുന്നത് കാണാൻ നമുക്കാർക്കും കഴിയില്ല. അധികാരത്തിന്റെ അവസാനത്തെ സുഖവും അനുഭവിച്ച് ആരുമറിയാതെ പിണറായി എങ്ങോട്ടെങ്കിലും പോകും. ഏറെ വൈകാതെ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അമേരിക്കയിൽ പോയി താമസിക്കാനാണ് സാധ്യത. എന്തായാലും ഒരു വരി പിണറായിയുടെ വായിൽ നിന്ന് കേൾക്കാൻ കഴിയും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. അഥവാ അതിന് തയ്യാറായാൽ കേരളം കേൾക്കാൻ പോകുന്ന പിണറായിയുടെ അവസാനത്തെ ശാപവാക്കുകളും പിച്ചുപേയുമായിരിക്കും ആ വായിൽ നിന്ന് പുറത്തേക്ക് വരിക. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പരമാവധി മാധ്യമങ്ങളെ കാണാതിരിക്കാൻ ശ്രമിക്കും. പക്ഷെ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം പല്ലിറുമ്മിക്കൊണ്ട് AKG സെന്ററിൽ പത്രസമ്മേളനത്തിന് ഹാജരാവും. ജനങ്ങൾക്ക് മനസ്സിലാവാത്ത തരത്തിൽ ത്വാത്വികമായി ആ പരാജയത്തെ വിലയിരുത്തുകയും എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും ചെയ്യും. നല്ല ഒന്നാന്തരം ചോദ്യം ചോദിക്കാൻ ഉശിരുള്ള മാധ്യമപ്രവർത്തകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗോവിന്ദന്റെ വായിൽ കയറി സംസാരിപ്പിക്കാൻ എളുപ്പമാണ്. പിണറായിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ ആധിപത്യം പിടിച്ചെടുക്കാനുള്ള ആദ്യത്തെ നടപടി ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും കോപിഷ്ഠനായി പൊട്ടിത്തെറിക്കുന്ന പല്ലെറുമുന്ന ഒരു ഗോവിന്ദനെ നമുക്ക് എന്തായാലും കാണാം. പാവം സഖാക്കൾ എന്തു ചെയ്യും? നിശബ്ദമായി ഈ അട്ടിമറിക്ക് കൂട്ടുനിന്ന പാവപ്പെട്ട സഖാക്കൾ, മനസ്സിൽ നന്മയുള്ള സഖാക്കൾ, CPIM എന്ന രാഷ്ട്രീയ പാർട്ടി രക്ഷപ്പെട്ടല്ലോ, പാർട്ടിയുടെ അന്ത്യകർമ്മം പൂർത്തിയാവുന്നതിന് മുൻപ് പാർട്ടിയെ ആപത്തിൽ നിന്ന് രക്ഷിച്ചല്ലോ എന്നോർത്ത് സ്വന്തം വീട്ടിൽ മുറിയടച്ചിരുന്ന് ഭാര്യയോടും മക്കളോടുമൊപ്പം ആവേശത്തോടുകൂടി വിരുന്ന് കഴിക്കും. എന്നാൽ സൈബർ സഖാക്കളും CPM-ന് ആനുകൂല്യം കൈപ്പറ്റി വളർന്നു പന്തലിച്ച ലഹരി മണ്ണു മാഫിയയുടെ പിന്തുണയിൽ ഗുണ്ടാ സംഘങ്ങളെ പോലെ തഴച്ചു വളർന്ന ഈ ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയവരൊക്കെ പച്ചത്തെറി വിളിച്ചുകൊണ്ട് രംഗത്തെത്തും. ആദ്യം നിശബ്ദതയായിരിക്കും സൈബർ സഖാക്കളെങ്കിലും പിന്നീട് നിന്നെയൊക്കെ കാണിച്ചു തരാമട എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തും. അവരുടെ ഭാവി പിന്നീട് പാർട്ടിക്ക് എന്തു സംഭവിക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പാർട്ടി നേതാക്കളോ പ്രധാനപ്പെട്ട അണികളോ BJP-യിലേക്ക് ഒഴുകാൻ തുടങ്ങിയാൽ അവരൊക്കെ കൂട്ടത്തോടുകൂടി അങ്ങോട്ട് പോയി ചുവപ്പിനെതിരെ വെല്ലുവിളി ഉയർത്തും. ബംഗാളിൽ സഖാക്കൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് ഒലിച്ചു പോയതുപോലെ, അല്ലെങ്കിൽ അവരുടെ പാത അക്രമത്തിൻ്റെതാവും. എന്തായാലും ഇതിൻ്റെയൊക്കെ തുടക്കത്തിന് ഇനി കഷ്ടി 24 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളല്ലോ എന്നോർക്കുമ്പോഴാണ് ഒരാശ്വാസം.